Yes, very good afternoon, all of you. Okay. ക്ലാസ്സിന്റെ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പഠിച്ചോ? 2 ക്വസ്റ്റ്യൻ ഇതിന്റെ എന്താണ് ഇത്രയും പോർഷന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത പോർഷനിലേക്ക് പോകുന്നുള്ളൂ. എത്ര പേര് പഠിച്ചു റൂട്ട് ആൻഡ് സ്റ്റെം? ഓക്കെ, പഠിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഹിനയുടെ ഒന്നും കാണുന്നില്ലല്ലോ. ഹിന ഉണ്ടോ? ഓക്കെ, ഫൈൻ. ആയിഷ, അൺമ്യൂട്ട് ചെയ്യൂ. Yes, miss. Yes. Now Aisha can unmute. Aisha, എവിടെ? Aisha, unmute ചെയ്യൂ മോളെ. Mic on ചെയ്യൂ. Root. What is the function of root? Water storing. No. Listen to my question. Note എഴുതിയ മോള്. Yes. എനിക്ക് കണ്ടു കാണുമല്ലോ. What is the function of root? Absorbs nutrients and water from the soil. Yes, good. Alia, unmute. Yeah. What is M? ഇവിടെ നോക്കിയിരുന്നേ. Of stem. ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. എന്ത് പറ്റി? റെക്കോർഡഡ് വീഡിയോ കണ്ടോ? നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് നോട്ട് ചെയ്തിട്ടുണ്ടോ? എന്താ കേട്ട? എനിക്ക് കേൾക്കുന്നില്ല ക്ലിയർ കേട്ടോ. ഓക്കെ, വീഡിയോ റെക്കോർഡ് ചെയ്ത വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഹിന എന്താണ് അവിടെ? കുറെ പേര് ചുറ്റിനും. ഹിന റെഡിയായോ? സ്റ്റെം. What is the function? മോള് ബുക്കൊക്കെ മാറ്റി വെച്ചേ. ബുക്കൊക്കെ ഇന്നലത്തെ നോട്ട് എഴുതിയോ? പഠിച്ചോ? നോക്കിയോ? What is the function of അറിയാമെങ്കിൽ അറിയാന്ന് പറയൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് പറയൂ. അറിയാമോ? മുഹമ്മദ് ഹംദാൻ, എനി ഐഡിയ? എന്താണ്? അറിഞ്ഞൂടാ. പഠിച്ചിട്ടേറാവുള്ളെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞതല്ലേ. നോട്ട് എഴുതിയോ? ഇന്നലത്തെ മിനിഞ്ഞാന്നത്തേക്ക് നോട്ട് എഴുതിയോ? എഴുതി? സമയം കിട്ടിയില്ല. കൃഷ്ണപ്രിയ, അൺമ്യൂട്ട്. മൈക്ക് ഓൺ ചെയ്യൂ.
Yes, miss. Stem. Question number. What is the function of stem എന്നാണ് ചോദിച്ചത്. അറിയാമോ? Transport and nutrients absorbed by the root parts of plants. Stem transports nutrient and water absorbed by roots, all the parts of the plant. Okay. You to you. Hannat, unmute ചെയ്തേ. പഠിച്ചോ? റെഡിയാണോ? ഹെർബേഷ്യസ് സ്റ്റെമ്മിന് 2 എക്സാമ്പിൾ പറയൂ. ഹെർബേഷ്യസ് സ്റ്റെം. Mint, onion. Onion. Yes, good. Rifa Mariam. Rifa Mariam. Yes, miss. Unmute ചെയ്യോളെ. What is Yes. buttress root? What is buttress root? ആരും ചെയ്യണ്ട കേട്ടോ, ടീച്ചർ വിളിച്ചോളാം. ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട. നമ്മളെ ഇന്നലെ പഠിപ്പിച്ചതല്ലോ, അത് അതിന് മുമ്പിൽ പഠിപ്പിച്ചതല്ലേ. റൂട്ട്സ്, ബട്രസ് റൂട്ട്സ്. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോളെ? മ്യൂട്ട് ചെയ്യൂ. ആഹിൽ മോൻ പറഞ്ഞേ, എന്താണ് ബട്രസ് റൂട്ട് എന്ന് പറഞ്ഞ? ഗ്രൗണ്ട് ആണ്. ഓക്കെ, എവിടെ നിന്നാണ് അത് വളരുന്നത്? ബട്രസ് റൂട്ട് എബോവ് ദ ഗ്രൗണ്ട് ആണ് കാണുക. അത് എവിടെ നിന്ന് വരിക? എവിടെ നിന്നാണ്? They grow from the trunk of the tree. മനസ്സിലായോ? ഓക്കെ, വരുൺ. Can you give me example for water stood? ഫസ്റ്റ് മനസ്സിലായല്ലോ? കിട്ടുന്നുണ്ടോ? വാട്ടർ സ്റ്റോറിംഗ് റൂട്ട് എക്സാമ്പിൾ. വാട്ടർ സ്റ്റോറിംഗ് റൂട്ട് ഒന്ന് ആലോചിക്കേ. വാട്ടർ സ്റ്റോറിംഗ് റൂട്ട്. ആരും കണ്ട കൈപ്പൊക്കൊന്നും വേണ്ട, ടീച്ചർ ചോദിച്ചോളാം. വാട്ടർ സ്റ്റോറിംഗ് റൂട്ട് കിട്ടുന്നില്ല. ഇറാനി, ഇറാനി അൺമ്യൂട്ട്. Yes. Pumpkin. പറഞ്ഞൂടെ? പറഞ്ഞൂടെ? ഗാർഡ്. ഓക്കെ, ഗാർഡ്. മ്യൂട്ട് ചെയ്യൂ. ആഷ് ഗാർഡ്. ഉവൈസ് അഹമ്മദും ഇന്ന പോയി. ഉവൈസ് അഹമ്മദിന്റെ ക്ലാസ്സിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാരും വീഡിയോ ഓൺ ചെയ്യുക കേട്ടല്ലോ. ഉവൈസ് അഹമ്മദ്. Dharmik, can you? What is propagate? Propagative root.
propagative. Dharmik poyo. Ishan, propagative root. Miss, Ishan, propagative root. Miss, അതിന്റെ പറയേണ്ടത്. What is propagative root? എന്താണ് propagative root? ആ വേർഡിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നല്ലേ. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൂട്ടിന് വീണ്ടും പോയിട്ട് വരുന്ന ഒരു റൂട്ടിനെ പറയാം പ്രൊപ്പഗേറ്റീവ് റൂട്ട്. ഒന്ന് ഇംഗ്ലീഷിൽ പറയണം കേട്ടോ, മലയാളത്തിൽ പറയരുത് നിങ്ങള്. പ്രൊപ്പഗേഷൻ. ഓക്കെ, റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ്. Plant grows from the root of the plant. Okay, buds are the roots of the plant. It is called a propagative root. Grow indirectly into new plants. That's called propagative. Mute ചെയ്തോളൂ. Yes. എന്താണ്? നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? ധാരണുണ്ടോ? Okay. Kika, can you unmute? Yes. What is root hair? What is root hair? Root hair are small thread-like on the roots. Can you unmute? What are aerial roots? Aerial roots that grow from the is known as aerial roots. That can be above the ground. അല്ലേ? അതും കൂടെ പറയണം കേട്ടോ. മണ്ണിന്റെ മുകളിലായിട്ടാണ് കാണുക. Can you give for aerial root? Basic tree. Banyan tree. Banyan tree. Nainika, can you unmute? Yes, Give me example for woody stem. Woody stem. Wood stem. Mango tree, banyan tree. Yes. Hannah Fatima KS. Hannah Fatima KS. Give me example for aerial stem. Hannah Fatima KS. Mic unmute you. Mic on share ile. നോയോ? രണ്ടു വർഷത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോദിച്ചപ്പോഴത്തേക്കും വീഡിയോ ഓഫ് ചെയ്തിട്ട് സ്ഥലം വിട്ടു. സജസ് അൺമ്യൂട്ട്. Can you give for aerial stem? Aerial stem. Money plant. Grape vine, money plant. Okay. Yes. Okay. Salsal. Muhammad Salsal. Yes. Padcha. Yes. What are underground? Stem grow. What is under the ground. Can you give me example? Potato. Ginger, turmeric. Okay, good. Ahmad, unmute. Sure. What is herbaceous stem? Arjun, endu patti?
Arjun, what happened? Arjun, why you have raised your hand? Huh? Answer to Varan. I will ask you. I will ask you. Okay. Uwais Ahmad. Oda poi. Poya. Poi. Okay. Arjun, can you tell me the answer? Herbaceous stem. Herbaceous stem. What is herbaceous stem? Herbaceous stem. Herb. Herbs എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹേർബ് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ഹേർബ്സ് വാട്ടർ പഠിച്ചില്ലേ? അപ്പൊ അതിന്റെ സ്റ്റെം എങ്ങനെയാണ്? Can you think about that? How? എന്താണ്? ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ മോനെ കേൾക്കുന്ന. I can't hear you. Soft ആയിരിക്കും. Yes. What are the others? It will be soft. Then it will bend. It can bend easily and it will be a thin stem. Okay. Thin stem which can bend easily. കട്ടി വളരെ കുറവായിട്ടിരിക്കും. Herbaceous stem. Mint plant, coriander plant, ഇതിന്റെ ഒക്കെ സ്റ്റെം എന്ന് പറയുന്നത് വളരെ കട്ടി കുറവായിരിക്കും. It can money plant is not herbaceous stem. That is an aerial stem. Okay. Okay. Aerial stem ആണ് money plant. Herbaceous stem എന്ന് പറഞ്ഞാൽ mint plant, തുളസി. Okay. കട്ടി കുറവുള്ള സ്റ്റെം അതൊക്കെ പാഡി പ്ലാന്റിൽ നമ്മുടെ നെല്ലിന്റെ ചെടി അതിന്റെ stem എല്ലാം കട്ടി കുറവായിരിക്കും. That can bend easily, very soft and thin stem ആയിട്ട്. Yes. Alpha Lamia. Alpha ഉണ്ടോ? Alpha Lamia, can you unmute? Yes, What is the function of stem? Function of stem. Stem in the function എന്താ? wood stem. No. Stem in the function എന്താണ്? No അല്ല ചോദിച്ചത്. സ്റ്റെമ്മിന്റെ ജോലി എന്താന്നാ ചോദിച്ചത്. What is the function? Water and nutrients absorbed by the roots. Okay. Transports and water to different parts of the plant, which is absorbed by root. Root absorb ചെയ്തിട്ടുള്ള ന്യൂട്രിയൻസും നമ്മുടെ ചെടിയുടെ പല ഭാഗത്ത് എത്തിക്കുക എന്നുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ. നിരഞ്ജൻ, അൺമ്യൂട്ട് ചെയ്യൂ. നിരഞ്ജൻ കേൾക്കുന്നുണ്ടോ ടീച്ചർ പറയുന്നേ? എന്താ? What is the function of root? ചെയ്യുന്നേ? എവിടെ റൂട്ട് എന്താ ചെയ്യുന്നത്? വേര് എന്താ ചെയ്യുന്നേ? ആലോചിച്ച് നോക്കിക്കേ. എന്താ ചെയ്യുന്നത്? Small like structure present. ടീച്ചർ എന്താ ചോദിക്കുന്നത്? മോൻ എന്തിന്റെ ആൻസറാ പറയുന്നേ? റൂട്ടിന്റെ ജോലി എന്താന്നാണ് ടീച്ചർ ചോദിച്ചത്. എന്താ റൂട്ട് ഓർമ്മയുണ്ടോ? ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക ആണോ? Nutrients and water from the soil. Okay.
യെസ്. എന്തിനാണ് വരുൺ കൈപൊക്കിയിരിക്കുന്നത്? ആ ആ and സോയിൽ. soil. ഓക്കെ വരുൺ, മതി മതി മതി, അത്രേ ഉള്ളൂ ഫംഗ്ഷൻ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്ത് പറ്റി? ആൻസർ പറയാനാണോ ഞാൻ ചോദിച്ചോ? ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ ആൻസർ പറഞ്ഞോ? What are the different roots? Can you name? What are the different type of roots? Aerial root, fibrous root, ഫൈബ്രസ് റൂട്ട്. എന്താണ് റൂട്ടാണ്? വാട്ടർ സ്റ്റോറിംഗ് റൂട്ട്, food storing root, food propagative storing root, propagative root, കൂടെ and buttress root. buttress root. Okay. Beauty. Dharmik, can you hear me? ധാർമ്മിക്കിന് കേൾക്കുന്നുണ്ടോ ടീച്ചർ പറയുന്നേ? ധാർമ്മിക്, ധാർമ്മിക്കിന്റെ മൈക്ക് ഓൺ ആണ്. Can you please respond? ധാർമ്മിക്കിന് ഇപ്രാവശ്യം എന്താണ് ഇത്ര നെറ്റ്വർക്ക് ഇഷ്യൂ? ഒന്നും കേൾക്കുന്നുമില്ല, ഒന്നുമില്ല. ധാർമ്മിക് പോയോ? രക്ഷ. ഓക്കെ, സോ കുറെ പേരൊക്കെ പഠിച്ചിട്ടുണ്ട്, പഠിക്കാത്തുണ്ട്. അന്നത്തെ പോർഷൻ വീണ്ടും വീണ്ടും ഞാൻ പറയാം, അന്നത്തെ പോർഷൻ അന്നന്ന് പഠിച്ചു പോകും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകും. ടൈം ഓൾമോസ്റ്റ് തീർന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദ ഹാബിറ്റാറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ഹാബിറ്റാറ്റ്? ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അത് എവിടെയാണ് വളരുന്നത്. പ്ലാന്റ് ആകുമ്പോൾ വേർ ദേ ഗ്രോ, ആനിമൽസ് ആകുമ്പോൾ വേർ ദേ ലീവ്. അതിനെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. Okay, based on the habitat, plants are divided to terrestrial plants and aqua plants. Habitat എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു plants where they grow, എവിടെയാണ് അവര് വളരുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത്. Based on the habitat, plants are classified to. First one is terrestrial plants. Second one is plants. Terrestrial plants, landil valarunna plants, nilathu valarunna plants. Aquatic plants ennu parnal vellathil valarunna plants. Clear? So idana nammal main classification. Appo evide valarunnathu adine base cheyidittu rendayitte divide cheyidittu. Terrestrial plants ennu parnal plants which grow in land, നിലത്ത് വളരും. മോസ്റ്റ് ഓഫ് ദ ചെടികളെല്ലാം നിലത്ത് വളരുന്നതായിരിക്കും അല്ലേ? ബട്ട് ആർ സം അതർ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ, ലൈക്ക് നമ്മളുടെ താമര, അതൊക്കെ എന്താണ്, പായലുകള്, ഇതൊക്കെ എന്താണ് വെള്ളത്തിൽ വളരുന്ന എല്ലാ പ്ലാന്റ്സും ഓൾമോസ്റ്റ് നിലത്ത് തന്നെയാണ് വളരുക. സോ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ഗ്രോ. What do you mean by habitat? The place where they live, place where they grow. എവിടെയാണ് അവര് വളരുന്നത്, അവര് ജീവിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. So based on the plants are divided into two. First one is plants and the second one is aquatic plants. Terrestrial plants which grow in land, നിലത്ത് വളരുന്നത്. Aquatic plants are the plants that grow in water, വെള്ളത്ത്. Clear ആയല്ലോ? Okay, so we will see in the next class. Okay then, thank you. Bye.